നമസ്കാരം. ലൈംഗിക കുറ്റവാളി എന്ന് കണ്ടെത്തിയ ലാറി നാസറിനെ അഭിസംബോധന ചെയ്ത് ജെഫ്രി എപ്സ്റ്റീൻ എഴുതിയതെന്ന പേരിൽ എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായി പുറത്തിറങ്ങിയ കത്ത് വ്യാജമാണ് എന്ന അറിയിപ്പുമായി US നീതിന്യായ വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ അതിഗുരുതരമായ പല ആരോപണങ്ങളും ഈ കത്തിലുണ്ടായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കും വലിയ വാർത്തകൾക്കും ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് ഇപ്പോൾ വ്യാജമാണ് എന്ന അറിയിപ്പുമായി US-ന്റെ നീതിന്യായ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. കത്തിലെ കൈയക്ഷരത്തിന് എപ്സ്റ്റീന്റെ കൈയക്ഷരവുമായി സാമ്യം പോലുമില്ല എന്നും ഒരു ഡോക്യുമെന്റ് പുറത്തുവിട്ടു എന്നതിനർത്ഥം അതിലെ അവകാശവാദങ്ങളെല്ലാം ശരിയാണ് എന്നല്ല എന്നും നീതിന്യായ വകുപ്പ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ ലാറി നാസറിന് എഴുതിയതായി അറിയപ്പെടുന്ന കത്ത് വ്യാജമാണ്. വ്യാജ കത്ത് ജയിലിലെ മേൽവിലാസത്തിൽ ലഭിച്ചതാണ്. കത്തിലെ കൈയക്ഷരം ജെഫ്രി എപ്സ്റ്റീൻ്റേതുമായി പൊരുത്തപ്പെടുന്നില്ല. എപ്സ്റ്റീൻ മരിച്ചു 3 ദിവസത്തിന് ശേഷം വടക്കൻ വെർജീനിയയിൽ നിന്നാണ് കത്ത് പോസ്റ്റ്മാർക്ക് ചെയ്തത്. അതിൻ്റെ അഡ്രസ്സിൽ എപ്സ്റ്റീൻ കഴിഞ്ഞിരുന്ന ജയിലിൻ്റെ പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. നീതിന്യായ വകുപ്പ് ഒരു രേഖ പുറത്തുവിട്ടു എന്നതുകൊണ്ട് മാത്രം അതിലെ ആരോപണങ്ങളോ അവകാശവാദങ്ങളോ വസ്തുതാപരമാകുന്നില്ല എന്നാണ് US നീതിന്യായ വകുപ്പ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത്. എപ്സ്റ്റീൻ ഫയൽസിൽ 69 തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത്. എപ്സ്റ്റീന്റെ വിമാനമായ ലോലിത എക്സ്പ്രസിൽ ട്രംപ് 9 തവണ യാത്ര ചെയ്തതായും രേഖകളിലുണ്ട്. ട്രംപ് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നും എപ്സ്റ്റീൻ ഫയൽസിൽ പരാമർശമുണ്ടായിരുന്നു. നീതിന്യായ വകുപ്പ് അതും തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കത്ത് തന്നെ വ്യാജമാണ് എന്നറിയിച്ചുകൊണ്ട് US നീതിന്യായ വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ലോകത്ത് തന്നെ വലിയ വിവാദമായി മാറിയ കത്തായിരുന്നു ഇത്. ട്രംപിൻ്റെ പേര് 69 തവണ പരാമർശിച്ചത് പ്രതിപക്ഷമടക്കം അമേരിക്കയിൽ വലിയ തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ കത്താണ് ഇപ്പോൾ വ്യാജമാണ് എന്ന് പറഞ്ഞ് നീതിന്യായ വകുപ്പ് രംഗത്തെത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റ് വശങ്ങളുമൊക്കെ അമേരിക്കയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ട്രംപിന് പക്ഷേ താൽക്കാലിക ആശ്വാസമാണോ ഇത്തരമൊരു പരാമർശം എന്നത് വീണ്ടും ചോദ്യമായി ഉയരുകയാണ്. എന്തായാലും ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയിൽ ഉയരുകയാണ്.